നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ പറഞ്ഞു എന്താണ് ഫയർ, എന്താണ് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഞാൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. എന്താണ് തീ ഉണ്ടാവുന്നത്, എങ്ങനെയാണ് എന്ന് പറയാൻ പറ്റില്ല ഇല്ലേ? അവിടെ രാവിലെ തന്നെ വീട്ടിൽ അടുക്കളയിൽ കയറി ഉള്ള ചായ ഉണ്ടാക്കി വന്നൊക്കെ സംഭവങ്ങൾ വേണം. ഓക്സിജൻ വേണം, പിന്നെ ഒരു വസ്തു വേണം, അത്താനാവശ്യമായ ഒരു വസ്തു വേണം. പിന്നെന്ത് വേണം? ടെമ്പറേച്ചർ, ഒരു ഇഗ്നീഷൻ, ഒരു ചൂട്. അതായത് കത്താനാവശ്യമായ ഒരു വസ്തു, ഓക്സിജൻ, ഫ്യൂൽ, ഹീറ്റ്, ഈ മൂന്നും ചൈൻ റിയാക്ഷൻ നടക്കുമ്പോഴാണ് ഫയർ ഉണ്ടാവുന്നത്. കത്താനാവശ്യമായ ഒരു വസ്തു, ഓക്സിജൻ, ഹീറ്റ്, ഫയർ ഒരു ട്രയാങ്കിൾ ആണ്. ഈ മൂന്നും ചൈൻ റിയാക്ഷൻ നടക്കുമ്പോഴാണ് ഫയർ ഉണ്ടാവുന്നത്. അതായത് സിമ്പിളായിട്ട് പറയാൻ നമ്മൾ ഫയർ ഇസ് എ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ കമ്പസ്റ്റബിൾ മെറ്റീരിയൽ ആൻഡ് ഓക്സിജൻ ഇൻ ദി പ്രസൻസ് ഓഫ് ഹീറ്റ് എന്നാണ് പറയുന്നത്. അതായത് കത്താനാവശ്യമായ ഒരു വസ്തു വേണം, ഓക്സിജൻ, ഇത് ചൂടിന്റെ ഒരു ചൂട് കൂടി ഉണ്ടാകുമ്പോഴാണ് ഈ ഫയർ ഉണ്ടാവുന്നത്. ഈ ഫയറിനെ നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാം? പറഞ്ഞു, കത്താനാവശ്യമായ 3 കാര്യങ്ങൾ, ഘടകങ്ങൾ ആവശ്യമുണ്ട്. ഈ ഫയർ നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാം? ഇതിലേറെ ഒന്നിനെ കട്ട് ചെയ്താൽ മതി. എങ്ങനെ? നമുക്ക് ഈ വസ്തു ഈ പ്ലാസ്റ്റിക് കവറിന് തീ പിടിച്ചു, അത് ഈ പ്ലാസ്റ്റിക് കവറിലേക്ക് തീ പിടിക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? മെറ്റീരിയൽ നമുക്ക് ഈ സാധനം നമുക്ക് ഇവിടുന്ന് മാറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഇത് ഇവിടെ കൊണ്ട് കത്തിച്ചേരും. അതൊരു മെത്തേഡാണ്. പിന്നെ സാധാരണ രീതിയിൽ ഈ ബ്ലാങ്കറ്റ് തീ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യും? സാധാരണ രീതിയിൽ നമ്മൾ എന്താ ചെയ്യാം? ഒന്നുകിൽ നമ്മൾ കുറച്ച് വെള്ളം കോരി ഒഴിക്കും. അതെന്താ സംഭവിക്കുന്നത്? ചൂടിനെ നമ്മൾ തണുപ്പിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ചൂലോ അല്ലെങ്കിൽ കുറച്ച് കട്ടിയായ പുറപ്പോ കാര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അതിന്റെ മുകളിലേക്ക് അടിക്കും. അപ്പൊ എന്ത് ചെയ്യും? അന്തരീക്ഷത്തിലുള്ള ഓക്സിജനുമായിട്ടുള്ള സമ്പർക്കം ഇല്ലാതാക്കും. അപ്പൊ ഈ 3 മെത്തേഡാണ് നമ്മൾ ഫയർ എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് കൂളിംഗ് മെത്തേഡ്, അതായത് വെള്ളം കോരി ഒഴിക്കും നമ്മൾ. മറ്റേ നമ്മൾ മെറ്റീരിയൽ റിമൂവ് ചെയ്യും. പിന്നെ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ടുള്ള സമ്പർക്കം ഇല്ലാതാക്കും. ഈ ഫയർ തന്നെ പല ടൈപ്പിൽ ഉണ്ട്. തീ ഇല്ലേ? നിങ്ങൾ കണ്ടിട്ടുള്ള ഏതൊക്കെ തീപിടുത്തമുണ്ട് വെച്ചാൽ പറയാം. ഏതൊക്കെ രീതിയിലുണ്ടാവും? കെമിക്കൽ മൂലം ഉണ്ടാവാം, പിന്നെ ഷോർട്ട് സർക്യൂട്ട്, ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാം, ഗ്യാസ് പോലെ ഉണ്ടാവാം, പിന്നെ ഇടിമിന്നൽ മൂലം ഉണ്ടാവാം ഇല്ലേ? പിന്നെ ഈ ഫോറസ്റ്റ് കാട്ട തീ ഉണ്ടാവാം. ഈ തീ തന്നെ പല തരത്തിലുള്ള തീപിടുത്തങ്ങളുണ്ട്. ഈ തീയാണ് നമ്മൾ 4 ക്ലാസിഫിക്കേഷനായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് ഈ ഫയറിനെ 4 ക്ലാസിഫിക്കേഷനായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ എ, ക്ലാസിഫിക്കേഷൻ ബി, ക്ലാസിഫിക്കേഷൻ സി, ക്ലാസിഫിക്കേഷൻ ഡി. ഈ ക്ലാസിഫിക്കേഷൻ എ മീൻസ് കാർബണേഷ്യസ് ഫയർ എന്ന് പറയും. അതായത് നമ്മൾ തീ കുത്തി പിടിച്ചു കഴിഞ്ഞാൽ, കത്തിക്കഴിഞ്ഞാൽ കാർബണിന്റെ അംശം, ചാരം, ഭസ്മം ബാക്കി വരുന്നു. അതെന്തൊക്കെയാണ്? ഇത് നമ്മൾ ഓർഡിനറി ഫയർ എന്ന് പറയും. സാധാരണ രീതിയിൽ തീപിടുത്തം എന്തൊക്കെയാണ്? തുണിക്കഷ്ണം, ഈ കാർബോർഡിന്റെ വെട്ടി, പിന്നെ മരക്കഷ്ണം, ഇതൊക്കെ പ്ലാസ്റ്റിക്. ഇതൊക്കെ കത്തിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? കാർബണിന്റെ അംശം, ചാരം, ഭസ്മം ബാക്കി വരുന്നു. അത് നമ്മൾ ഓർഡിനറി ഫയർ എന്ന് പറയും. ഈ സാധാരണ തീപിടിച്ച് നമ്മൾ എന്ത് ചെയ്യും? വെള്ളം കോരി ഒഴിക്കണം. അപ്പോൾ എ ക്ലാസ് ഫയർ എന്ന് പറഞ്ഞാൽ ഓർഡിനറി ഫയർ, വുഡ്, പേപ്പർ, തുണിക്കഷ്ണം, ഇതൊക്കെ തീപിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? വെള്ളം കോരി ഒഴിക്കും. സാധാരണ നമ്മൾ ഫയർ എക്സ്റ്റിംഗ്വിഷർ നോർമലായിട്ട് ഉപയോഗിക്കൽ വാട്ടർ ടൈപ്പ് എക്സ്റ്റിംഗ്വിഷർ ആണ്. ക്ലാസിഫിക്കേഷൻ എ എന്ന് പറയുന്നത് ഫയറിന് ഉപയോഗിക്കുന്നത്. വാട്ടർ ടൈപ്പ് 9 ലിറ്റർ കപ്പാസിറ്റി ആണ് അതിന് നോർമൽ ഉള്ളത്. വെള്ളമാണ്, വെള്ളത്തിന്റെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ എല്ലാ ഫയർ എക്സ്റ്റിംഗ്വിഷറും നമ്മൾ വിളിക്കല് ഫസ്റ്റ് എയ്ഡ് ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ്സ് ആണ്. ഓക്കെ, എല്ലാ ഫയർ എക്സ്റ്റിംഗ്വിഷറും നമ്മൾ വിളിക്കുന്നത് ഫസ്റ്റ് എയ്ഡ്, അതായത് ഫയറിന്റെ ഇൻസിപ്പിയൻറ്റ് സ്റ്റേജിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അപ്പൊ നേരത്തെ പറഞ്ഞ എ ക്ലാസ് ഫയർ എന്ന് പറഞ്ഞാൽ കാർബണേഷൻ ഫയർ, കത്തിക്കഴിഞ്ഞിട്ട് കാർബണിന്റെ അംശം, ഭസ്മം ബാക്കി. ഓർഡിനറി ഫയർ സാധാരണ മരക്കഷ്ണം, തുണി, പ്ലാസ്റ്റിക് ഇതൊക്കെ കത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? വെള്ളം കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അതിന് വാട്ടർ ടൈപ്പ് എക്സ്റ്റിംഗ്വിഷർ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ക്ലാസിഫിക്കേഷൻ ബി മീൻസ് ഫ്ലെയിമബിൾ ലിക്വിഡ് എന്ന് പറയും. ലിക്വിഡ് ഫയർ. ലിക്വിഡ് ഫയർ എന്തൊക്കെ വരും?
പെട്രോള്, ഡീസല്, ഓയില്, പെയിന്റ്, ഗ്രീസ്, ടാറ്, ടിന്നർ, ഇതൊക്കെ എന്താ ലിക്വിഡായിട്ട് വരുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യാം, ലിക്വിഡ് തീ പിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, വെള്ളം കോരി ഒഴിക്കാവോ? ഒഴിക്കാൻ പാടില്ല. വെള്ളം കോരി ഒഴിക്കാൻ പാടില്ല. ലിക്വിഡ് ഫയർ നമ്മൾ ഒരിക്കലും എണ്ണക്ക് തീ പിടിച്ചാൽ വെള്ളം കോരി ഒഴിക്കാൻ പാടില്ല. എന്താ സംഭവിക്കുന്നത്? നമ്മൾ വെള്ളം എത്രത്തോളം കോരി ഒഴിക്കുന്നത് അത്രത്തോളം തീ സ്പ്രെഡാവും, ആളി കത്ത് ചെയ്യും. അതിങ്ങനെ സ്പ്രെഡായിപ്പോകും. അവിടെ വെള്ളം എണ്ണയിൽ വെള്ളം കോരി ഒഴിക്കുമ്പോൾ അതിങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കും. ഒരിക്കലും നമ്മൾ ലിക്വിഡ് ഫയറിന് വാട്ടർ ഉപയോഗിക്കാൻ പാടില്ല. അതിന് മെക്കാനിക്കൽ ഫോം ടൈപ്പ് എക്സ്റ്റിങ്ക്വിഷറാണ് നോർമലി ഉപയോഗിക്കുന്നത്. ഈ മെക്കാനിക്കൽ ഫോം എക്സ്റ്റിങ്ക്വിഷർ 9 ലിറ്റർ കപ്പാസിറ്റിയാണ് നോർമലി വരുന്നത്. അതിൽ 8.5 പ്യുവർ വാട്ടറാണ് ഉണ്ടാവുക. ബാക്കി 500 മില്ലി AFFF എന്ന് പറഞ്ഞ കെമിക്കൽ ഉണ്ട്. അക്യൂസ് ഫിലിംഗ് ഫോമിംഗ് ഫോം എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ. അത് ഈ വെള്ളത്തിന്റെ മുകളിൽ മിക്സ് ആക്കിയിട്ട് നമ്മുടെ എക്സ്റ്റിങ്ക്വിഷറിന്റെ ഇൻസൈഡ് ഉണ്ടാവും. അത് യൂസ് ചെയ്യുമ്പോൾ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അതിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ ഈ ബക്കറ്റിൽ നമ്മൾ വെള്ളം എടുക്കും. അതിൽ നമ്മൾ ഒരു തുള്ളി എണ്ണ ഒഴിച്ച് എന്താ ചെയ്യുക, അതൊരു പാട പോലെ ഒരു ബ്ലാങ്കറ്റ്, ഒരു പ്രതലം വരും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? തീപിടുത്തം ഉണ്ടാകുമ്പോൾ അതേപോലെ നമ്മൾ ഈ എണ്ണയിൽ ഈ മെക്കാനിക്കൽ ഫോം ടൈപ്പ് എക്സ്റ്റിങ്ക്വിഷർ ലിക്വിഡ് കൊണ്ട് എന്താ ചെയ്യുക, ഒരു ബ്ലാങ്കറ്റ്, ഒരു പാട പോലെ ഒരു പ്രതലം വരും. അപ്പൊ അന്തരീക്ഷത്തിലെ ഓക്സിജനായിട്ടുള്ള സമ്പർക്കം കട്ടാവും. അപ്പൊ എന്താ തീ കേടുവാണ് ചെയ്യുന്നത്. സംഭവം മനസ്സിലായത്? അതായത് ബി ക്ലാസ് ഫയർ എന്ന് പറയുന്നത് ലിക്വിഡ് ഫയറാണ്. അതിന് നമ്മൾ മെക്കാനിക്കൽ ഫോം ടൈപ്പ് എക്സ്റ്റിങ്ക്വിഷർ ആണ് ഉപയോഗിക്കൽ. അത് ക്ലാസിഫിക്കേഷൻ ബി ആണ് വരുന്നത്. അതായത് ക്ലാസിഫിക്കേഷൻ സി എന്ന് പറയും. ക്ലാസിഫിക്കേഷൻ സി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ടും LPG, കുക്കിംഗ് ഗ്യാസ് ഒക്കെ തീപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, ഈ ആദ്യം പറഞ്ഞ വാട്ടർ ടൈപ്പ് ഉപയോഗിക്കുമോ, രണ്ടാമത് പറഞ്ഞ മെക്കാനിക്കൽ ഫോം ഉപയോഗിക്കുമോ? ഇവിടെ ഇലക്ട്രിക്കലിലൂടെ താഴെ തീപിടിച്ചു നമ്മൾ എന്താണ് എന്ത് ചെയ്യുക, വെള്ളം കോരി ഒഴിക്കുമോ? ഇല്ല. ഒഴിച്ചത് നമുക്ക് ഓർമ്മയുണ്ടാകും. സംഭവിക്കണം, ഷോക്ക് അടിക്കും. ഒരു വൈദ്യുതി ചാലകമാണ് വെള്ളത്തിലൂടെ കടന്നു വരും. രണ്ടാമത് നമ്മൾ നേരത്തെ പറഞ്ഞു ലിക്വിഡ് ഫയറിന് ഉപയോഗിക്കുന്ന മെക്കാനിക്കൽ ഫോം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, അതിലും വെള്ളം അടങ്ങിയിട്ടുണ്ട്. അതിന് ഇലക്ട്രിക്കൽ ഗ്യാസ് ഫയറും നമ്മൾ ഉപയോഗിക്കുന്ന ഫയർ എക്സ്റ്റിങ്ക്വിഷർ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞൊരു വാതകമാണ്, ഒരു കൂളിംഗ് എഫക്റ്റാണ്. നമ്മൾ ഈ ഫ്രിഡ്ജിന്റെ ഫ്രീസറൊക്കെ തുറന്നാൽ കണ്ടല്ലോ, ഒരു വല്ലാത്തൊരു കൂളിംഗ്. ചൂടിനെ നമ്മൾ തണുപ്പിക്കുന്നു, മരവിപ്പിക്കുന്നു. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പരിക്കറ്റി ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ ഇപ്പുറത്തേക്കുള്ള വേദന സംഹാരിതം ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും ഒരു ബാഗ് ഇല്ലേ, നമ്മൾ ഐസിന്റെ ഒരു ബാഗ് എങ്ങനെ ചെയ്യുന്നതിൽ ഒരു മരവിപ്പ്, അതായത് നമ്മൾ ഫ്രീസ് ചെയ്യും, ചൂടിനെ നമ്മൾ തണുപ്പിക്കുന്നു. അതൊരു വാതകമാണ് വരുന്നത്. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഫ്രീസറിന് അതേ തന്നെ ഒരു വെള്ള കളർ നമ്മളൊരു വരുന്നില്ലേ, ഒരു ഫോഗ് പോലെ അത് വന്ന് കൂളാവുകയും ചെയ്യുന്നത്. അത് കൂടുതലായിട്ടും നമ്മൾ ഉണ്ടാകുന്നത് KSB ഇലക്ട്രിസിറ്റി എവിടെയൊക്കെയാണ് കൂടുതലായിട്ടും പർപ്പസ് ഉണ്ടാവുന്നത്. പിന്നെ വീടുകളിൽ ചില സ്ഥലങ്ങളിൽ വെക്കലുണ്ട്. അതിനെക്കുറിച്ച് അറിയുന്നവർ കൂടുതൽ ഗ്യാസ് LPG സിലിണ്ടറിലെടുത്ത് വെക്കലുണ്ട്. പിന്നെ ഈ വലിയ ഹോട്ടൽസൊക്കെ ഈ സിലിണ്ടറിന് ഇങ്ങനെ ഒരുപാടെണ്ണം വെച്ചിട്ട് ഒരു ഫ്ലഡിങ് സിസ്റ്റം ഉണ്ട്. ഒരു പൈപ്പ് ലൈനിൽ ഇങ്ങനെ കണക്ഷൻ കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഓക്സിജൻ സിലിണ്ടർ വരുന്നില്ലേ, ഓക്സിജൻ സിലിണ്ടർ വന്നില്ല, ഇങ്ങനെ 3-4 സിലിണ്ടറിലെ കൂടുതൽ സിലിണ്ടർ വെച്ചിട്ട് ഒരു കണക്ഷൻ കൊടുത്തിട്ട് ട്യൂബ് വഴി പുറത്തേക്ക് വരുന്ന പോലെ തന്നെ ഈ ഗ്യാസിന്റെ കണക്ഷൻ കൂടുതലായിട്ട് ഇവിടെ എടുക്കും. അതുപോലെ ഇവിടെ ഓക്സിജൻ്റെ അടുത്ത് ഫയർ എക്സ്റ്റിങ്ക്വിഷർ വെക്കണം എന്നാണ് റൂൾ. അപ്പം അവിടെ ഈ ടൈപ്പ് എക്സ്റ്റിങ്ക്വിഷർ കാർബൺ ഡൈ ഓക്സൈഡ് ടൈപ്പ് എക്സ്റ്റിങ്ക്വിഷർ ഉണ്ടാവും. അപ്പോൾ ക്ലാസിഫിക്കേഷൻ സി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഗ്യാസ് ഫയറും നമുക്ക് ഉപയോഗിക്കാം, കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഡി മീൻസ് മെറ്റാലിക്കൽ ഫയർ എന്ന് പറയും. മെറ്റാലിക്കൽ ഫയർ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയിലാണ് കൂടുതൽ വ്യവസായശാലകൾ ഉണ്ടാവുക. സോഡിയം, മെഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, കോപ്പർ, അതായത് വ്യവസായശാലകളിൽ ഉണ്ടാവുന്ന മെറ്റാലിക്കൽ ഫയർ നമ്മൾ ഉണ്ടാവുന്ന എക്സ്റ്റിങ്ക്വിഷർ നമ്മൾ പൗഡർ ടൈപ്പാണ് പറയുന്നത്. ഡ്രൈ കെമിക്കൽ പൗഡർ ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ. അതൊരു പൗഡറാണ്. നമ്മൾ ഈ 97% സോഡിയം ബൈകാർബണേറ്റ് ആണ്. അത് നമ്മൾ ഈ കക്ക ഉണ്ടാവുമല്ലോ ഉണക്കിയിട്ട് നമ്മൾ ഈ കെൽമക്കല്ല, വേറെ ചെറിയ സോഡിയം ബൈകാർബണേറ്റ് നീറ്റ് കക്ക, അത് 97% ഉള്ള, ബാക്കി 3% ചെക്കിങ് ആവാതിരിക്കാൻ മറ്റൊരു ഇതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിൽ പൗഡറാണ് കൂടുതലായിട്ടും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 4 ഫയർ എന്താണെന്ന് പറഞ്ഞു, ഫയർ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് പറഞ്ഞു. ഈ ഫയർ നമ്മൾ 4 ക്ലാസിഫിക്കേഷനായി തരംതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ ക്ലാസിഫിക്കേഷന് ഓരോ ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്വിഷറാണ് ഉപയോഗിക്കേണ്ടത്.
അതായത് ഓർഡിനറി ഫയർ, എ ക്ലാസ് ഫയറിന് വാട്ടർ ടൈപ്പാണ് ഉപയോഗിക്കല്. ക്ലാസിഫിക്കേഷൻ ബി എന്ന് പറഞ്ഞാൽ ഫ്ലെയിമബിൾ ലിക്വിഡ് ആണ്, അതിന് മെക്കാനിക്കൽ ഫോം ടൈപ്പാണ് ഉപയോഗിക്കല്. ക്ലാസിഫിക്കേഷൻ സി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട്, LPG കുക്കിംഗ് ഗ്യാസ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉപയോഗിക്കല്. ക്ലാസിഫിക്കേഷൻ ഡി എന്ന് പറഞ്ഞാൽ മെറ്റാലിക്കൽ ഫയർ ആണ്, അതിന് ഡ്രൈ കെമിക്കൽ പൗഡർ ടൈപ്പ് എക്സ്റ്റിംഗ്വിഷർ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ സ്ഥലത്തും ഇതുപോലുള്ള ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ എല്ലാ ഫയർ എക്സ്റ്റിംഗ്വിഷർ റെഡ് കളറിലാണ് ഉണ്ടാവുക. അതിന് തന്നെ ഇൻസ്ട്രക്ഷൻ സ്റ്റിക്കറിനകത്ത് കൊടുത്തിട്ടുണ്ടാവും ഏത് ഫയറിന് സൂട്ടബിൾ ആണ് എക്സ്റ്റിംഗ്വിഷർ. ഇനിയെങ്കിലും ശ്രദ്ധിക്കുക, ഇത് അതായത് ഓരോ ഫയറിനും സൂട്ടബിൾ ആണ്. അതിന് ക്ലാസിഫിക്കേഷൻ ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻ സ്റ്റിക്കറിൽ ഉണ്ടാവും. എല്ലാ ഫയർ എക്സ്റ്റിംഗ്വിഷറും ഉണ്ടാവും. റെഡ് കളറിലാണ് സിലിണ്ടേഴ്സ് ഉണ്ടാവുക. ഇവിടെ വെച്ചിരിക്കുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷർ, ഹോസ്പിറ്റലിൽ വെച്ചിരിക്കുന്ന എല്ലാ ഫയർ എക്സ്റ്റിംഗ്വിഷറിനെ പ്രത്യേകിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ 4 ക്ലാസിഫിക്കേഷനും കോമൺ ആയിട്ട് ഉപയോഗിക്കും. ക്ലാസിഫിക്കേഷൻ എക്കും ബിക്കും സിക്കും ഡിക്കും ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കും. മനസ്സിലായി? അതുകൊണ്ട് ഇവിടെയുള്ളതിന് നമ്മൾ കരുതണ്ട, ഏത് ഫയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാം. ഇനി മറ്റു സ്ഥലത്തിൽ പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. അതിപ്പോൾ ഒരു മാള് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ KCB സബ്സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു പാനൽ ബോർഡ് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഏത് ക്ലാസിഫിക്കേഷൻ എഴുതിയിട്ടുണ്ടാവും. അതിന് താഴെ തന്നെ ക്ലാസിഫിക്കേഷൻ ഇന്നതിന് സൂട്ടബിൾ ആണെന്നും ഉണ്ടാവും. ക്ലാസ് ഫയർ ഏതിനൊക്കെ ഉപയോഗിക്കാം, അതിൽ എക്സാമ്പിൾ പറഞ്ഞിട്ട് ഇതിനകത്തുണ്ടാവും. ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കുന്ന മെത്തേഡ്, ടെക്നിക്കൽ മെത്തേഡ് പാസ് എന്നാണ് പറയുന്നത്. PASS. P means pull the pin. ഇതിന്റെ സേഫ്റ്റി പിൻ ലോക്ക്. ഇത് പുള്ള്, ഇത് വിരലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി. A means aim the base of fire. 2-3 മീറ്റർ സ്പേസ് ദൂരത്ത് ലക്ഷ്യസ്ഥാനത്തേക്ക് ഈ ഹോസ് പിടിക്കുക. ഇപ്പോൾ അതിനകത്ത് നിൽക്കുന്നിടത്താണെങ്കിൽ അതിന്റെ ബേസിൽ എവിടെയാണോ ആ ബേസിൽ ടോട്ടൽ ഇത് ലക്ഷ്യസ്ഥാനത്തേക്ക് കൊടുക്കുക. S means സ്ക്യൂസ്. ഇത് വലിച്ചു കഴിഞ്ഞാൽ ഇത് ബ്രാക്കറ്റ്, ഇത് ഫ്രീ ആയി. ഈ ഹാൻഡിൽ സ്ക്യൂസ് ചെയ്യുക, നമ്മൾ സ്പ്രേ അടിക്കുന്ന പോലെ ജസ്റ്റ് സ്ക്യൂസ് ചെയ്യുക. S means സ്ക്യൂസ്. ഇത് വലിക്കുക, ഇത് കൺട്രോൾ ചെയ്യുക, ഇത് സ്ക്യൂസ് ചെയ്യുക, ജസ്റ്റ് സ്ക്യൂസ് ചെയ്യുക. മനസ്സിലായി? ഇത് വലിക്കുക, ഇത് കൺട്രോൾ ചെയ്യുക. പിന്നെ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ഈ വിൻഡ് ഡയറക്ഷൻ, കാറ്റിന്റെ ദിശ, ഈ ഭാഗത്തോട്ടാണ് കാറ്റ് അടിച്ച് വീശുന്നത്. അവിടെ തീ പിടിച്ചോണ്ട് നമ്മളൊന്ന് ഈ ദിശയിൽ നിൽക്കുകയാണുള്ളത്. ഇല്ല, നമ്മളതിൻ്റെ എതിർ ദിശയിൽ വന്നിട്ട് വേണം ഇതിൻ്റെ ബേസിൽ അടിക്കാൻ. ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ പറഞ്ഞാൽ ഒരു ഫസ്റ്റ് എയ്ഡ് ഫൈറ്റിംഗ് എക്യുപ്മെന്റ് ആണ്. നമുക്കൊരു ഫയറിന്റെ ഇൻസിപ്പിയൻ സ്റ്റേജിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്സ്റ്റിംഗ്വിഷർ ആണ്. അതിനാണ് പോർട്ടബിൾ ടൈപ്പ് ഫസ്റ്റ് എയ്ഡ് ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നത്. ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ടതാണ്? ഇവിടെ എല്ലാ ഫയർ എക്സ്റ്റിംഗ്വിഷറും ഈ രീതിയിൽ തന്നെ ഉള്ളതാണ്. ഇത് കൺട്രോൾ ചെയ്യാം, ഇത് സ്യൂട്ട് ചെയ്യാം, ജസ്റ്റ് സ്യൂട്ട് ചെയ്യാം. മനസ്സിലായോ? ഇതിനകത്തുള്ള കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ കെമിക്കൽ പൗഡറാണ്. സോഡിയം ബൈകാർബണേറ്റ്, മാഗ്നീഷ്യം സ്റ്റെറേറ്റ്, ട്രൈകാൽഷ്യം ഫോസ്ഫേറ്റ് എന്നിവ കെമിക്കലാണ്, പൗഡറാണ്. പക്ഷെ അതിവിടെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് ഒഴുകി അങ്ങ് പോകും. ലിക്വിഡ് അല്ല, പക്ഷെ പൗഡറാണ്. നമ്മൾ ഈ ക്യാരംസിലെല്ലാം കളിക്കുന്ന സ്റ്റൈക്കിന് പൗഡർ ഉണ്ട്, ഗ്ലാസ് പൗഡർ. അത് കണ്ടില്ല, നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു ഫ്ലോ അല്ലെങ്കിൽ ലിക്വിഡ് അല്ല, അതേപോലെ അത്രയും നൈസായ പൗഡറാണ്. ആ പൗഡറിനകത്ത് നൈട്രജൻ ഗ്യാസ് ഹൈ പ്രഷറിൽ ഫില്ല് ചെയ്തിട്ടാണ്. ആ നൈട്രജൻ ഗ്യാസ് അകത്തുള്ളതിൻ്റെ പ്രഷറിലാണ് ഇൻസൈഡിലുള്ള കെമിക്കൽ പുറത്തേക്ക് വരുന്നത്. ഇതിനകത്ത് നടക്കുന്ന ഫംഗ്ഷൻ നമ്മൾ ഈ സൈക്കിൾ പണ്ടത്തെ ഈ കാറ്റടിക്കുന്ന പമ്പിൽ ഇപ്പോഴുള്ള, ഇപ്പോഴും നമ്മൾക്ക് ഹൈഡ്രോളിക്കിലാണ്. മുമ്പത്തെ ഒരു ദണ്ടുണ്ട്, അതിനകത്ത് ഒരു ഹാൻഡിൽ, അതിൽ കൂടെ അറ്റത്ത് വരെ ഒരു ട്യൂബ്, അടിയിലൊരു വാഷർ അല്ലേ. നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ എന്തെയ്യോ കാറ്റ് സമ്മർദ്ദം മൂലം പുറത്തേക്ക് ഒരു ഹോസ് വഴി പുറത്തേക്ക് കിടക്കുന്നു. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത്, ഇതിനകത്തേക്കുള്ള നീഡലിൽ ഒരു ട്യൂബുണ്ട്, അത് ഓപ്പൺ ആവും. അപ്പോൾ ഗ്യാസ് ഇന്നറുള്ളത്
ഔട്ടറിലെ കെമിക്കൽ എന്ത് ചെയ്യും, ഇതുവഴി ട്യൂബ് വഴി ഹോസ് വഴി പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം ചെയ്യും ഇത് വലിച്ചു, ഇത് കൺട്രോൾ ചെയ്തു, ഫ്യൂസ് ചെയ്തു, പിന്നെ ട്യൂബ് ചെയ്തു. ഇത് കൺട്രോൾ ചെയ്യണമെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഹൈ പ്രഷറിൽ നൈട്രജൻ ഗ്യാസ് ആണുള്ളത്. ഇത് കൺട്രോൾ ചെയ്താൽ എന്ത് സംഭവിക്കുക, ചിലപ്പോൾ നമ്മളെ മുഖത്ത് തന്നെ അടിക്കും, പറയാൻ പറ്റില്ല. അത്ര ഇങ്ങനെ പാമ്പ് നമുക്ക് ചെയ്തു ഇങ്ങനെ പിടിച്ചില്ലെങ്കിൽ മുഖത്തടിച്ചാൽ ചിലപ്പോൾ നമ്മൾ അവസ്ഥ തന്നെ അത്രയും പ്രഷറിൽ വരുന്ന കെമിക്കലാണ്. ചിലപ്പോൾ നമ്മൾ ശ്വാസം കൂടി ചിലപ്പോൾ പോകുന്നതിൻ്റെ ഗുണവും ആയിക്കൂടായില്ല. അതുകൊണ്ടാണ് 2 വിരൽ വെച്ചിട്ട് ഇത് പിടിച്ചാൽ മതി. ഇത് മനസ്സിലായില്ലേ? ഇനി എപ്പോഴും ശ്രദ്ധിക്കുക, ഫയർ എക്സ്റ്റിംഗ്വിഷറിന്റെ ഇൻസ്ട്രക്ഷൻ ഏത് ക്ലാസിഫിക്കേഷനാണ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ടാവും. ഇത് റെഡ് കളറിൽ മാത്രമാണ് നമുക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ ഇന്ത്യയിലെവിടെ ഫയർ എക്സ്റ്റിംഗ്വിഷൻ കളർ കോഡ് ഉണ്ടാവും. കുറച്ചൊരു അത്യാവശ്യം കാര്യം മനസ്സിലായി, കാരണം ഒരു 4 മണിക്കൂറും ബേസിക് ക്ലാസ് വേണം. അത് വേറെ നമുക്ക് ഇതിൽ തന്നെ പ്രൊജക്ടർ ഇത് വെച്ച് സൈഡ് ഷോയിലൊക്കെ ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ ആയതുകൊണ്ടാണ് ഇപ്പം ഇതിപ്പോ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലായില്ല. അറിയില്ല, അതിന്റെ അറിയാലോ. ഒന്ന് ഇതാക്കിയ ഫസ്റ്റ് എന്താ ചെയ്തോ എന്താ ഞെക്കണ്ട, നീ ചെയ്താൽ മതി. എന്താ ഫസ്റ്റ് എന്താ ചെയ്യാ, സേഫ്റ്റി പിൻ എടുക്കുക, സേഫ്റ്റി പിന്ന് വലിക്കുക, ഇത് കൺട്രോൾ ചെയ്യുക, പിന്നെ ആ യെല്ലോ റിമൂവ് ചെയ്യുക. ഒരു യെല്ലോ ഉണ്ടല്ലോ അത് റിമൂവ് ചെയ്യുക. ഇത് പിടിക്കുക, ആ ക്ലിപ്പ് എടുത്തെങ്കിൽ ഇത് കിട്ടും, റിമൂവ് ആവുള്ളൂ അല്ല. ഇതിന്റെ നിങ്ങളുടെ ഒരാളെ കൊണ്ട് ഇത് ചെയ്യിക്കണം. അതാണ് ഇവിടുന്ന് കെമിക്കൽ ആയിരിക്കും. ഒന്നിട്ട് ടെറസ് ചെയ്യണം, അല്ലെങ്കിൽ ഓപ്പൺ സ്പേസ് ചെയ്യണം. അല്ല, ഓപ്പൺ മുകളിൽ ഓപ്പൺ, താഴേക്ക് വരില്ല കൂടി കൂടി താഴേക്ക് വരും. ഓപ്പൺ അത്രയും ഓപ്പൺ ഉണ്ടാവും. വലിയ ഡ്രസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞതാണ്, ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. നമ്മള് അവിടെ ഒക്കെ ചെയ്തതാണ്. വലിയ അത് ചെയ്യും. അതിപ്പോ വേണമെന്നില്ല. ഇത് നമ്മളൊരു പ്രാവശ്യം അത് ഇപ്പൊ ഇവിടെയുള്ള ഏറ്റവും വലിയ സ്റ്റാഫിന് ക്ലാസ് കൊടുക്കണം. അപ്പൊ നമുക്ക് 2-3 ബാച്ച് വെച്ചിട്ട്, അത് സാറിനോട് പറഞ്ഞില്ല, നമുക്ക് വീട്ടിൽ തന്നെ വെച്ചിട്ട് ഒരു അറേഞ്ച് ചെയ്തിട്ട് തന്നെ ചെയ്യാം. ഇന്നലെ ഇപ്പൊ ഈ നോട്ടീസ് വന്നപ്പോ അവരൊന്ന് ഇവിടുന്ന് പറഞ്ഞു വെച്ച് അതെല്ലാം ഈ കോഴിക്കോട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ബേസിക് ആയിട്ട് ഇങ്ങനെ അറിയുന്നു പറഞ്ഞു. അതെന്ന് അറിഞ്ഞിട്ടുണ്ടാവും. അതിന്റെ ഫുള്ളാണല്ലോ ഫുള്ള് വേണ്ട, വേഗം പറഞ്ഞിട്ട്. ഇതിപ്പോ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇല്ലേ? എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും രീതിയിൽ സംശയങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിൽ. പിന്നെ ഇവിടെ ഫയർ സിസ്റ്റം ചെയ്തിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിൽ. അതായത് 10,000 ലിറ്ററിന്റെ ടെറസ് ടാങ്ക് ഉണ്ട്, 5 HP ഫയർ പമ്പ് ഉണ്ട്. പിന്നെ ഇതേപോലുള്ള ഓരോ ഫ്ലോറിലെ സിസ്റ്റം ഉണ്ട്. അതായത് ഹോസ് റീൽ ഹോസ്, ഫയർ എക്സ്റ്റിംഗ്വിഷർ, ഫയർ അലാം, ഫയർ പോയിന്റ്, ഹോസ് ബോക്സ്, ഹോസ് വിത്ത് ബ്രാഞ്ചസ്. ഈ ബിൽഡിങ്ങിൽ എന്തെങ്കിലും ഇൻകേസ് ഒരു എമർജൻസി വന്നാൽ നമുക്ക് ഫയർഫോഴ്സിനെ വിളിക്കേണ്ട ആവശ്യമില്ല. ഫയർഫോഴ്സിനെ വിളിച്ചാൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഈ സിസ്റ്റം പ്രോപ്പറായിട്ട് ഉപയോഗിക്കും. നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഇവിടെ നേരെ പാക്കേജിനെ വിളിക്കും. പക്ഷെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഉണ്ടാവും. എന്നാൽ ഈ ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഈ ബിൽഡിങ്ങിനകത്ത് ഉണ്ട്. ഇത് ഹോസ് റീൽ ഹോസ് ആണ്. ഈ ഹോസ് 45 ഹോസിനകത്ത് 30 മീറ്ററാണ് ഈ ഹോസിന്റെ ലെങ്ത്. ഈ എൻഡ് ടു എൻഡ് നമുക്കിത് കവർ ചെയ്യാൻ പറ്റും ഇല്ലേ? 30 മീറ്റർ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും കിട്ടും, നമുക്ക് അവിടെയും കിട്ടുമല്ലോ. ഈ സർക്കിൾ നമുക്കിത് ഏരിയ കവർ ചെയ്യാൻ പറ്റും. ഇത് മാനുവൽ കോൾസായിട്ട് നമ്മൾ ഒരു എമർജൻസി ഉണ്ടെങ്കിൽ ഇത് ബ്രേക്കപ്പ് ഗ്ലാസ് ആണ്. ഇത് നമ്മളോട് ജസ്റ്റ് മുറിയാൽ മതി. പൊട്ടും. ഇതിന്റെ പാനൽ പോകുന്നുണ്ട്, അത് ഓപ്പൺ, അത് സ്വിച്ച് ഓൺ ചെയ്തിട്ടുള്ളത് ഓൺ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് ബ്രേക്ക് ചെയ്യാൻ വെച്ചാൽ ഇത് ജസ്റ്റ് ഉണ്ട്. ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അലാം അടിക്കാനും ചെയ്യും.
ഓണുള്ളത് പിന്നെ ഈ ഹോസ് ഡ്രം ഓപ്പൺ ചെയ്യേണ്ടത് ഫസ്റ്റ് ഇതിന്റെ ബോൾ വാൾവ് എന്നാ പറയാം. ബോൾ വാൾവ്, ഈ വാൾവ് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഹാൻഡിലേക്ക് പിടിച്ച് പിടിക്കാനുള്ളതാണ്. ഈ പൈപ്പ് ഹോസ് പോകുന്ന ലെവലുണ്ടല്ല, ഈ ഒരു ലെവലിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഈ ലൈനിലുള്ള വെള്ളം ഈ വാൾവ് വഴി ഈ ഹോസ് 30 മീറ്ററിനുള്ളിൽ കറങ്ങിയിട്ട് ഇവിടെ എത്തും. ഫസ്റ്റ് ചെയ്യേണ്ടത് ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക, ഇത് ഇതിന് ഹോസിന് പാരലായിട്ട് വെക്കുക. അതിനുശേഷം ഈ ലൈനിലേക്ക് കൂടി ഇപ്പോൾ വെള്ളം കയറുന്നുണ്ടാവും, ഇത് പിടിച്ച് വലിക്കണം. നമ്മൾ ഈ കിണറിൽ വെള്ളം വരാൻ കപ്പി ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ ഇങ്ങനെ പിടിച്ച് കുടുങ്ങിയിട്ടാണ് ഇങ്ങനെ ഒറ്റ വലിക്ക് ഇങ്ങനെ വരണ്ടേ. പിന്നെ ഇവിടെ വെള്ളം എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ഇതിനകത്ത് ബ്രാഞ്ച് ഇത് നമ്മൾ ആൻറ്റി ക്ലോക്ക് കേസ് ഓപ്പൺ, നമ്മൾ ജസ്റ്റ് അത് 2 ടൈപ്പ് ഉണ്ട്. ഇത് ജെറ്റ് സ്പ്രേ, ഇത് ഫോഴ്സ് ഇല്ലാത്ത പമ്പ് ഓൺ ചെയ്യാത്തതുകൊണ്ടാണ്. ഇത് ഒരു കുട പോലെ, നമ്മളിപ്പോൾ ഷവറിൽ ഒരു കുട പോലെ ഒരു ആവരണം പോലെ, നമ്മളിപ്പോൾ ഫയർ ഫൈറ്റ് ചെയ്യുമ്പോൾ ചൂട് കൂടുതലാണെങ്കിൽ നമ്മൾ കുഴപ്പമില്ല, അതുകൂടി കിട്ടോ ആ പെണ്ണുങ്ങളില്ല. ചൂട് കൂടുതലാണ്, നമ്മളെ ബോഡി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കവചം പോലെയാണ് ഇത്. പലപ്പോഴും ഇങ്ങനെ ആവരണം പോലെ ഉണ്ടാവും. രണ്ടാമതുണ്ടാവും ജെറ്റാണ്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫോഴ്സിൽ ഈ പില്ലറില്ലേ, ആ പില്ലറിൽ എത്തുമ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ സ്റ്റാൻഡായി ഇവിടെ വന്നിട്ട് ഈസിയായിട്ട് ഈ തുറന്നാൽ മതി. തുറക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ആദ്യം കുട പോലെ ഉണ്ടാവും, പിന്നെ ജെറ്റ്. ഈ 2 സംഭവങ്ങളാണ് ഇതിനകത്ത് പോവുക. ഇത് സൈലൻസ് വാൾവാണ്. ഈ ഫയർ ഹൈഡ്രന്റ് വാൾവ് നമ്മളിപ്പോൾ ഫയർഫോഴ്സിന്റെ ഫയർ ടെൻഡറിലും ഇതേപോലുള്ള വാൾവാണ് ഉണ്ടാവുക. ഇതേപോലെ ഇതിന്റെ ഹോസാണ് ഇതിനകത്ത് അവരുടെ കയ്യിൽ ഉള്ളത്. ഈ ഹോസ് ബോക്സിന്റെ കീ എപ്പോഴും ഈ സൈഡിൽ ഒരു ഷട്ടർ ഉണ്ടാവും, അവിടെയാണ് ഇതിന്റെ കീ ഉണ്ടാവുക. എല്ലാ ബോക്സിന്റെ സൈഡിലും അല്ലെങ്കിൽ ഇവിടെ കാണുന്ന രീതിയിലായിട്ട് ഉണ്ടാവുക. അത് വേവിലാതെ ആവണം, ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പൊക്കിയാൽ മതി. ഇതെന്താ യൂണിവേഴ്സൽ കീ ആണ് ഇതിനകത്ത് വരുന്നത്. ഓപ്പൺ ചെയ്യാം, ക്ലോസ് ചെയ്യാം. ഇതതിന്റെ ബ്രാഞ്ചസ് ആണ്, ഈ ഹോസിന്റെ എൻഡിൽ കണക്ട് ചെയ്യുന്ന ബ്രാഞ്ചാണ്. ഇതാണ് ഫയർ ഹോസ്. ഇത് ഹൈഡ്രന്റ് വാൾവ്. ഈ വാൾവ് ശ്രദ്ധിക്കേണ്ട, ഫസ്റ്റ് നമ്മൾ ഈ ലെഗ് ഉണ്ട്, ഈ ലെഗ് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കപ്പ് പുറത്തേക്ക് തള്ളും. ഇതിനകത്ത് കച്ച കൊടുങ്ങാതിരിക്കാനും പിന്നെ ഈ പ്രാണി ഇങ്ങനെ വേട്ടാളികൾക്ക് കൂടാതിരിക്കാനും ഇവർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യും. ചിലർ ഇതിനകത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ കടലാസ് കുത്തി കയറി പല വേസ്റ്റ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ വേട്ടാളി ഇതെല്ലാം കുത്തി കയറുന്നുണ്ട്. ഈ കപ്പ് സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെവി പിടിച്ച് നമ്മൾ ജസ്റ്റ് വലിക്കുക. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് ഇത് നമ്മൾ മെയിൽ കപ്ലിംഗ് എന്ന് പറയും, ഇതിന് ഫീമെയിൽ കപ്ലിംഗ് എന്ന് പറയും. ഇത് ഫീമെയിൽ കപ്ലിംഗ് ആണ്. കപ്ലിംഗ് നമ്മൾ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും വേണം. വേറെ തിരിക്കാനോ പിടിക്കാനോ ഒന്നും ചെയ്യണം. കാരണം നമുക്ക് എത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നു അത്രയും സേഫ് ആകാൻ വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യുന്നത്. ജസ്റ്റ് ഇതൊന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് അത് ലോക്ക് ചെയ്തു. അതിനെന്താ ചെയ്തു? ഇത്രേ ഉള്ളൂ. ഇനി ഇത് ഓപ്പൺ ചെയ്യേണ്ടത് ബക്കറ്റ് എടുത്തു. ബക്കറ്റ് ആ ബക്കറ്റ് കൊടുക്കും, ആ ബക്കറ്റ് കൊടുക്കും. അത് പുറത്ത് കുറച്ചൊന്നും പോയിക്കോട്ടെ. ഇത് ഈ ഹോസ് നമുക്ക് ക്ലീനിങ്
ഇത് നമുക്ക് ഈ തറ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വാൾവുണ്ടല്ലോ ഇത് നേരെ ആകുമ്പോൾ ഇത് വലിക്കും 30 മീറ്റർ വരെ കിട്ടും. ഇത് ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ കേട്ടോ പരമാവധി നിങ്ങൾ ഡെയിലി ഇത് ഒന്ന് കഴുകുക, അല്ലെങ്കിൽ ആഴ്ചയിലേക്ക് കഴുകാനോ ഇത് ഉപയോഗിച്ച് വെച്ചാൽ പിന്നെ വെള്ളം എടുക്കുന്നത് ബക്കറ്റിന് വേണ്ടി രീതിയിൽ എടുക്കാം. അപ്പൊ ഇത് വെള്ളം അവിടെ കെട്ടിക്കിടക്കൂലല്ലോ, ഉണ്ടെങ്കിൽ കാരണം നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, സർവീസ് ആവും. അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാതിരുന്നാൽ മോശം. ഇവിടെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. ആദ്യം ക്ലോക്കേഴ്സ് ജസ്റ്റ് നല്ല ഓപ്പൺ ചെയ്യണം. ഇതിനകത്ത് ആ ഫയർ പമ്പൊക്കെ വർക്ക് ചെയ്തിട്ടില്ല. ഫയർ പമ്പ് വർക്ക് ചെയ്യണമെങ്കിൽ നല്ല പ്രഷർ ഉണ്ടാവും. ഈ ബക്കറ്റ് പിടിച്ചിട്ട് നിൽക്കാനുള്ള ടൈം ഒന്നും ഉണ്ടായത് മുമ്പ് അത്രയും ഫോഴ്സിൽ അതാത് വരുക. ഇപ്പം വെള്ളം കുറവാന്ന് തോന്നുന്നല്ലോ, വെള്ളം കുറവാ. അതിന് മുകളിൽ നല്ല പ്രഷർ വരണ്ടേ, താഴോട്ട് പ്രഷർ നോർമൽ വരും. അത് കൂടാണ്ട് പമ്പിന്റെയും കൂടി വരുമ്പോൾ കൂടുതൽ ഫോഴ്സ് ഉണ്ടാവും. ഫുള്ളായില്ല, നിറയാൻ ഒരുപാട് ടൈം എടുക്കും. ഫുള്ള് ക്ലീൻ ആക്കിയതാ, വെള്ളം ഫുള്ള് വലിച്ചെടുത്തതാ. അത് ഫുള്ള് വൃത്തിയായിട്ടുണ്ട്. ഇതിപ്പോ ഇതിനകത്തുള്ള വെള്ളം കെട്ടിയതിന്റെ ഫോഴ്സ് മാത്രം ഹൈ പ്രഷർ. ഇതൊന്ന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് വെള്ളം എടുത്തോട്ടോ. ഇത് നമ്മൾ ക്ലീൻ ചെയ്യാനും ഇതിനും ഉപയോഗിച്ചോ. വെള്ളം കെട്ടി കിടക്കുമ്പോൾ എപ്പോഴും ഇതേപോലെ കച്ചറ ഉണ്ടാവും. ഇതും അതുപോലെ ഇതൊന്നും എടുത്തോ താഴ്ന്നു എടുത്തോ. ഈ ടാങ്ക് ഇടക്കിടക്ക് കഴുകുന്നത് ഒഴിവാക്കാൻ പറ്റും, കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാൻ പറ്റും ഉപയോഗിച്ചിട്ട്. അതിന് വല ഉപയോഗിച്ചാലും പ്രശ്നം ഉണ്ടാവാ. അവിടുത്തെ തുണിയെല്ലാം അതിനകത്ത് വീഴുന്നുണ്ട്. അപ്പം അതിന് വല ഉപയോഗിച്ചാൽ വല അല്ല വേസ്റ്റ് വീഴുന്നുണ്ട്. അതെന്ന് വെച്ചാൽ തുണിയെല്ലാം ഉണ്ടല്ലോ അപ്പുറം ഇപ്പുറം ഇടുന്നുണ്ടല്ലോ, അതിൽ പാറിയിട്ട് നെറ്റ് ഇടുന്ന പ്രശ്നമില്ല. ഏകദേശം ഒരു ഐഡിയ കിട്ടിയ ഇത് എന്താണ് സിസ്റ്റം, ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് മനസ്സിലായില്ലേ? സ്പേസിലെ ബോട്ടിനകത്തുണ്ട്. ഇത് നമ്മൾ കണ്ടിന്റെ കപ്പി വരുന്ന അയാളെ വലിച്ചു കഴിഞ്ഞാൽ കിട്ടും. എൻ്റെ പോകാൻ പറ്റും. ഈ സ്പേസ് ഇതിന്റെ ഒന്ന് കംപ്ലീറ്റ് ആക്കി. ഈ ബോൾ വാൾവ് ഇത് ഓപ്പൺ ചെയ്യാം. ഈ ബ്രാഞ്ച് ആന്റി ക്ലോക്കേഴ്സ് ഓപ്പൺ ചെയ്യാം. മനസ്സിലായി? ഇത് എന്തിനാ പൊട്ടിക്കുന്നത്? അല്ല അത് അലാറ ഓരോ ഫ്ലോറിൽ ഏതിലാന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടും. ഇതിനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അതില്ലെങ്കിൽ നമ്മളിത് പൊട്ടിച്ചില്ലെങ്കിൽ നമുക്ക് അല്ല ഇപ്പൊ നമുക്കിപ്പോ ഒരു റൂമിൽ പേഷ്യന്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്വന്തം ഇത് യൂസ് ചെയ്താൽ മതിയല്ലോ. ഒന്നുമില്ല അങ്ങനെ ശരി. പമ്പ് മേലെ അല്ല നമുക്ക് ഇതുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഇത് ഇതാക്കാം, എന്നിട്ട് പിന്നെ പമ്പ് യൂസ് ചെയ്യാം. ഇത് പമ്പ് കുറച്ച് ഐഡിയ കിട്ടില്ല. ഇത് നമുക്ക് ഏതിനും ഉപയോഗിക്കാം അല്ല. ഈ അപ്പൊ നമുക്ക് ഗ്യാസിന്റെ റൂമിൽ ഇതുണ്ടോ ഓക്സിജൻ? ഇല്ല. അവിടെ നിങ്ങളെന്തോ കാർബൺ ഡയോക്സൈഡ് അത് അതിന് അതൊക്കെ കിട്ടുമോ? അതാണ് വെക്കേണ്ടത്. സൂട്ടബിൾ ആയിട്ടുള്ളതാണ്. തെറ്റില്ല. അല്ല നമുക്ക് അത് അവിടെ തന്നെ വെച്ചോട്ടെ. ഒന്ന് അവിടെ വെച്ചോട്ടെ, ഒന്ന് ക്യാൻറ്റീനിലേക്കും വെക്കാം അല്ലേ? അത് ക്യാൻറ്റീനിലൊക്കെ ബോൾ വെച്ചാൽ മതി. ബോൾ വെച്ചാൽ മതി. മറ്റേ എന്ത് ബോൾ? ഒരു ബോളില്ല, അല്ല ഇതന്നെ ഈ സാധനം തന്നെ. അത് ബോൾ ടൈപ്പ് വരുന്നുണ്ട്. അപ്രൂവ്ഡ് ഇല്ല അല്ലേ? ആ അത് റീഫിൽ ചെയ്യാൻ കഴിയില്ലാന്നോ അല്ലേ? വേണ്ട, നമുക്ക് ഇങ്ങനത്തെ ഇത് മതിയാവുമല്ലോ, ഗ്യാസിന് ഇത് മതിയല്ലോ. അല്ലെങ്കിൽ പിന്നെ അത് നിങ്ങളെ കാർബൺ ഡയോക്സൈഡ് അതിന് പറ്റൂലല്ലോ. കാർബൺ ഡയോക്സൈഡ്